സാറേ, കുളി കഴിഞ്ഞ് പൗഡറൊന്നും ഇട്ടില്ലേ? എനിക്ക് കുട്ടിക്കൂറയാ ഇഷ്ടം. ഞാൻ കൊച്ചിലെ അതായിട്ടിരുന്നത്. സ്കൂളിൽ പോകുമ്പോ ഈ പുസ്തകത്തിന്റെ ഇടയിൽ വെച്ച് കൊണ്ട് നടക്കുമായിരുന്നു. വെളുക്കാൻ വേണ്ടിയാ. വെളുത്തില്ലെന്നേ. ലീലക്ക് എന്നാ വെളുപ്പ. എന്റെ അപ്പം നല്ല വെളുപ്പായിരുന്നു. എനിക്ക് അമ്മ ചായ. ചേട്ടാ, എന്നാ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയി വന്നാലോ? അതിന് ആയിക്കോട്ടെ. എന്നാ ഇറങ്ങിയാലോ? സാറ് ചോദിച്ച കേട്ടില്ലേ? ചെല്ലു മോളെ. ഈ വയനാട്ടിലെ തണുപ്പെന്നൊക്കെ പറഞ്ഞൊരു ഇതാ. ഇവിടെ നിൽക്കാതെ വാന്നേ, കാട്ടുമലയിലേക്ക് കാണിച്ചുതരാം. ചെല്ലു മോളെ. എന്നാ നായര് ചെല്ലടി കൂടെ. വാവച്ച ഇറങ്ങുമോളെ. മോളെ, എന്നാ നടക്കുന്നുണ്ടോ? ഇവിടെ കാപ്പി പൂക്കുന്ന സമയത്ത് വരണം. മുഴുവൻ വെള്ളപ്പൂക്കളായിട്ട് എന്നാ മണമാണെന്നറിയാം. ഒരിക്കൽ ഞാൻ കൊണ്ടുവരാവേ. അന്നേ നമുക്ക് പിള്ളേച്ചനെ കൂട്ടുണ്ട്, നമ്മൾ മാത്രം. എന്നാ ഹലോ. അതെ, ഞാനാ. മോളെന്തിയേ? അവള് കൂട്ടുകാരുടെ വീട്ടിൽ പോയി. ഒറ്റയ്ക്കാണോ? അല്ല, നാട്ടുകാരെയും കൂട്ടിയിട്ട്. അതെ, തനിച്ചു വിടണ്ടായിരുന്നു. ആരെയും തോട്ടിയൊക്കെ മേടിച്ചു കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ പോരാൻ മേലേ. അതിന്റെ ഇടയ്ക്കൊരു കുടുംബ സ്നേഹം. ഏത് കൂട്ടുകാരുടെ വീട്ടിലാ? വരി. അവിടെ പേടിക്കാനൊന്നുമില്ല, ഇണക്കമുള്ളവനാ. കഴിഞ്ഞിട്ടേ വീരോട് വന്നിട്ട് പോ, ഞാൻ ഉണ്ടാവും. ശരി. കുട്ടിയെ പോ. എന്നാ പിള്ളേച്ച, പേടിയാണോ? ആണ്. എന്നെയാണോ ആനയാണോ? കണ്ടു. താൻ എന്നാ ഞാൻ പോടൂ. ഞാൻ ഇവിടെയും കൊണ്ട് ആനയുടെ അടുത്തേക്ക് ഒന്ന് പോകാൻ പോകും. അയ്യോ, എന്നാത്തിനാ? ഇന്നാള് വെളുപ്പാൻ കാലത്ത്
ഒരു പെങ്കൊച്ചിനെ ആനയുടെ തുമ്പിക്കയിൽ ചാരിയർത്ത് അനുഭവിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടു. അന്നോട്ടുള്ള ആഗ്ര വില്ലേജ. താൻ എന്നാ പ്രാന്താടോ ഈ പറയുന്നേ? ഓ, ഒന്നുമില്ലടോ. കിടത്തുന്നതിന് പരം നിർത്തുന്നു, ചുവരിന് പരം ആനയുടെ തുമ്പിക്ക്. പിന്നെ ഈ കൊച്ചുചാരി ആനയ്ക്ക് ഒരു ഉറുമ്പ് ചാരിമാരില്ലേ തോന്നത്തുള്ളൂ. കിട്ടിയോ? കിട്ടുകയല്ല. ലീലേ, വാ. നീ അതിന്റെ തുമ്പിക്കായി പോയി ചാരിയിക്ക. നിന്റെ തന്തയൊക്കെ വിശ്വസിക്കാം ആ മൃഗത്തെ.